വെച്ചിട്ടുണ്ട്. നീ പാത്രം കഴുകേണ്ടുന്നവർക്ക് എപ്പോഴാന്ന് വെച്ചാൽ ചെന്ന് കഴുകി പറക്കി വെക്കാം. എനിക്കൊന്ന് കിടക്കണം, ഭയങ്കര ക്ഷീണം. കേട്ടായിരുന്നോ? கேட்டு டே கேசோ, எனக்கும் ரொம்ப சளியா எல்லாம் இருக்கு. அதனால எனக்கும் போய் படுக்கணும். எனக்கு எப்ப முடியுதோ அப்ப போய் நான் பாத்திரம் எல்லாம் விளக்குவேன். உனக்கு புரியுது இல்ல? புரியுது. കേശു, ഇവിടെ തോന്നുന്നത് പോലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഒരു കൃത്യത വേണം. കൃത്യസമയത്ത് കൃത്യതയായിട്ട് ചെയ്യണം. ചെയ്യാം. டே கேசோ, എന്നെ വിളിക്കണ്ട. பாரு, ആന്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഞങ്ങൾ എടുത്ത് പറയണ്ട. ആരോയ് ഇതിപ്പോ സംഭവിക്കാൻ പോണോ എന്തായാലും നിനക്കറിയൂ? അവരുടെ പറഞ്ഞ് അവസാനം അവരുടെ അടിയാവും. ഭയങ്കരമായിട്ട് അടിയെ പള്ള വിളിക്കുന്ന സമയത്ത് നമ്മളിരുന്ന് കേൾക്കേണ്ട വരും. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? എപ്പം തുടങ്ങിയതാണ്? ഇപ്പോഴും വേണ്ടത്തില്ല. എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനേ ചുമന്ന മഷിക്ക് പേര് വെട്ടിയാലേ വെട്ടിയതാ. டே கேசோ, எனக்கு இந்த சொமந்த மசி பச்சை மசி அப்படியெல்லாம் தேவையில்லை. எனக்கு யார்கிட்டயாவது ஒரு கோவம் வந்துனோ என் மனசுல இருந்தே நான் அழிச்சுப்பேன். புரியுதா உனக்கு? പുരിയല്ലേ? എനിക്കിത് അങ്ങോട്ട് പുരിയല്ലേ? ഇനി ഇത് ആര് എന്റെ അടുത്ത് പറഞ്ഞു പോലുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് മുഖത്ത് നോക്കി പറയണം, അല്ലേ പറവേ? അത് തന്നെ കേട്ടാ പാറു. ഞാനൊന്ന് അമ്മൂമ്മക്ക് കടയാന്റെ അടുത്ത് പറയാനുള്ളതാണെങ്കിൽ പരസ്പരം പറയണം, എന്റെ അടുത്ത് പറയണ്ട. എന്നോടാ കളി? എന്നോടാ? നീ വന്നേ. എന്റെ സ്കൂളിലെ ബുക്ക് അമ്മൂമ്മ. അതൊന്നും സാരമില്ല, വേറെ ബുക്ക് ഞാൻ മേടിച്ചു തരാം. പിള്ളേരുടെ ബുക്കൊക്കെ എന്തിനാ മുമ്മ പഠിക്കാൻ പോണ മുമ്മ? നീ മിണ്ടാരിയടാ, കണ്ണും കാണത്തില്ല. അംഗത്തിന് കുറവൊന്നുമില്ല. ഇതെന്നാ വല്ലതും പറഞ്ഞായിരുന്നോ? കാക്ക കൊറേ നല്ലെന്ന് മറക്കും. ഇതൊന്ന് ഇതുവാ. എന്നാ പാറു വായിക്കും. മലയാളം എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഓ, ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ഉലുത്തിട്ട് തന്നെയായിരുന്നു. കേശോട്ടാ വായിച്ചു കൊടുക്കും. എന്നോട് സംസാരിച്ചാൽ ചെകിട്ടത്ത് തന്നെ അടി കിട്ടും. എനിക്ക് നിന്റെ ശബ്ദം പോലും ഇഷ്ടമല്ല. டே கேசோ, அது கொடு. அது கொடு. பேனை கொடு. എൻ്റെ ഇല്ല. பாரு, பேனை கொடு. എന്റെ ഇല്ല. பேனை வாங்கி கொடு கேசோ. അമ്മ പാനിങ് നമ്മ ഇവിടമ്മൂമ്മ എന്തായാലും ചെയ്യാനായിരിക്കും. ആരോ എന്തിനാ എഴുതണ? തമിഴാ. അമർത്തി. മലയാളം വായിക്കാൻ അറിയാത്തുള്ള എന്തോന്ന് ചോദിക്കുന്നു. டே கேசோ, படிடா. படிடா. തമിഴാ? ആ. നിനക്ക് എന്തൊക്കെ അറിയാതുള്ളതല്ലേ? എന്നും പറഞ്ഞോണ്ട് കേശോട്ടാ തമിഴ് വായിക്കാൻ അറിയാലോ. തേങ്ങ എടീ, തമിഴ്നാട്ടിൽ പോകുമ്പോ ബോർഡ് വായിക്കുമ്പോലല്ലേ ഇത്? എന്തിരുന്ന് ട്രാൻസ്ലേറ്റാ? കനകാന്റി ഇത് വായിച്ചു തരുമോ? இல்ல, முடியாது. என் வாயால நான் இது படிக்கவே மாட்டேன். நீயே படிச்சு கொடு. എന്റെ വായാലല്ല, ഞാനിപ്പൊ പഠിച്ചു കാണിച്ചതില്ല. പേസ വந்தாத்தானே அடிப்பீங்க, உங்க முகத்தை பார்க்க கூட மாட்டேன். എന്തുവാടാ എഴുതിയേക്കുന്നത്? അതല്ലേ ഇപ്പൊ പറഞ്ഞേ? മലയാളത്തിൽ പറയണം. സംസാരിക്കാൻ വന്നാലല്ലേ അടിക്കുള്ളൂ. നിങ്ങളുടെ അമ്മൂമ്മയുടെ മുഖത്തോട്ട് നോക്കത്തോലും ഇല്ലെന്ന് പറഞ്ഞു. ഓ, അവൾ എന്നോട് മിണ്ടിയില്ലെങ്കിലേ എന്റെ അടുപ്പേ കിടക്കുന്ന അരി വേവത്തില്ല. മധുരേന്ന് കിട്ടാത്ത അടിയേ ഇവിടുന്ന് കിട്ടുമ്പോ പഠിച്ചോളും. நாங்க மதுரைக்காரெல்லாம் வீரக்காரங்க. அப்படி அடியெல்லாம் வாங்கி மதுரைக்கெல்லாம் போக மாட்டோம். ஆண்டி, அம்முமா போய். ஐயோ, போனாங்களா? அப்படின்னா நான் சொன்ன டயலாக் வேஸ்டா?
ശരിയാണേ. ഓ, ഓരോന്നെല്ലാം കൂടെ കുത്തിക്കുറിച്ച് വെച്ചിപ്പോ ഒന്നും മനസ്സിലാവുന്നുമില്ലല്ലോ. കേശുവേ, കേശു, എന്തോ അമ്മേ? നീ ആണോ കേശു? ഞാൻ കേശുവിനല്ലേ വിളിച്ചേ, നീ എന്തിനാ വന്നേ? അമ്മൂമ്മ വിളിച്ച ആരായാലും പറഞ്ഞല്ലോ. ആരെങ്കിലും വന്നാ വേണ്ട, കേശുവിനെ വിളിച്ചാ കേശു വരണം.